Good morning, everyone. So we were discussing about our central bank RBI. So in the previous video, we had discussed a small introduction about Reserve Bank of India, and we have already discussed the management pattern of or the structure of management in RBI, and we have also discussed the main departments of RBI. Like there are 10 departments. So we have a brief introduction about RBI. So today in this video, we are going to discuss the functions of RBI. It's the most important part in this chapter. So you should be very careful while we are looking forward into the functions of RBI because most of the time in question paper we can see the questions which is related to the functions of RBI. So RBI performs various traditional banking functions as well as promotional and developmental activities are also done by RBI. അപ്പം പ്രധാനമായിട്ടും ഈ ആർ ബി ഐയുടെ ഓരോ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു 2-3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിലെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് മോണിറ്ററി ഫങ്ഷൻസ് തന്നെയാണ്. അതല്ലാതെ 2-3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ തിരിക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മെയിൻ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ എന്ന് പറയുന്നത് 3 ഉണ്ട്. ഒന്നാമത്തത് മോണിറ്ററി ഫങ്ഷൻസ് ഓർ സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ്. മോണിറ്ററി ഫങ്ഷൻസ് എന്നുള്ള ടേം ഓർത്ത് വെക്കുക, റൈറ്റ്? ഒന്നാമത്തെ മോണിറ്ററി ഫങ്ഷൻസ്, സെക്കൻഡ് വൺ ഈസ് സൂപ്പർവൈസറി ഫങ്ഷൻസ്, തേർഡ് വൺ ഈസ് പ്രൊമോഷണൽ ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ്. So all these 3 functions are very very important for RBI and it is very very important for a country. RBI ആ 3 ഫങ്ഷൻസും പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് 3നും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ തിയറിറ്റിക്കലി ഓൺ അവർ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതകളാണ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ. നമുക്കൊരു എസ് ആയിട്ട് കിട്ടാൻ സാധ്യതകളാണ് മോണിറ്ററി ഫങ്ഷൻ, സൂപ്പർവൈസറി, പ്രൊമോഷണൽ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് എല്ലാത്തിനെ കുറിച്ച് എഴുതുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മോണിറ്ററി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. മോണിറ്ററി ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ. ഓക്കെ, മോണിറ്ററി ഫങ്ഷൻസ് തന്നെ നമുക്ക് 5 ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ പ്രധാനമായിട്ടും 3 അതിലെ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ആർ ബി ഐ മോണിറ്ററി ഫങ്ഷൻസ് ആണ്. ദാറ്റ് മോണിറ്ററി ഫങ്ഷൻസ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 5. എന്തൊക്കെയാണ് മോണിറ്ററി ഫങ്ഷൻസ്? മോണിറ്ററി എന്ന് പറഞ്ഞാൽ തന്നെ റിലേറ്റഡ് ടു മണി, റൈറ്റ്? മണി, ക്യാഷ്, അതുമായി സംബന്ധിച്ചിട്ടുള്ള ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും ഈ 5 ഉള്ളത്. അതിൽ മൊത്തം ഔട്ട് ഓഫ് 5 ദ ഫസ്റ്റ് വൺ ഈസ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ്. ദാറ്റ് വി ഓൾ നോ. ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള പണം പ്രിൻ്റ് ചെയ്ത് അത് സാങ്ഷൻ ചെയ്ത് വിടുന്നത് എവിടെ നിന്നാണ്? ഇഷ്യൂ ചെയ്ത് എവിടെ നിന്നാണ്? ആർ ബി ഐ ആണ്, അല്ലേ? അതേപോലെ ആക്ടിങ് ആസ് ബാങ്കർ ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് പൈസയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിന് ഇപ്പോൾ നമുക്ക് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പണം കിട്ടും. ഗവൺമെൻറ്റിന് ആവശ്യമുണ്ടെങ്കിലോ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കിട്ടുന്നു എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ആർ ബി ഐ ആണ്. സെർവിങ് ആസ് എ ബാങ്കർ ടു അതർ ബാങ്ക്സ്. നമ്മൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ബാങ്കുകളുടെ അടുത്ത് പോകാം. ബാങ്കുകൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ബാങ്കുകളുടെ ബാങ്കായ ആർ ബി ഐയുടെ അടുത്തേക്ക് പോകും. അതുകൊണ്ടാണ് സെർവിങ് ആസ് ബാങ്കർ ഓഫ് അതർ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കൺട്രോളിങ് ക്രെഡിറ്റ്, പിന്നെ കൺട്രോളിങ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട മോണിറ്ററി ഫങ്ഷൻസ് ആണ്. അപ്പം ടുഡേ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഫസ്റ്റ് 3. ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്, ആക്ടിങ് ആസ് ബാങ്കർ ടു ദി ബാങ്ക് ഗവൺമെൻറ്, സർവിങ് ആസ് ബാങ്കർ ഓഫ് അതർ ബാങ്ക്സ്. ഇത് രണ്ടും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ബിക്കോസ് ദിസ് കൺട്രോളിങ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പോർഷനാണ്, റൈറ്റ്? സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ. Monetary functions, supervisory and promotional development functions. Out of that, in monetary functions there are 5 categories. So in this video we are going to see the first 3 monetary functions. ആദ്യത്തെ ഏതാണ്? ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ് ആണ്. സോ അണ്ടർ സെക്ഷൻ 22 ഓഫ് ദ ആർ ബി ഐ ആക്ട് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് ഇൻ 1934 a Reserve Bank RBI Act was formed. ആൻഡ് ആ ആക്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് 1935 ആർ ബി ഐ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്.
So first RBI Act was formed in 1934, then in 1935 RBI was established. So as per under the section 22 of RBI Act, the Reserve Bank of India is given the monopoly of note issue. നമ്മളുടെ രാജ്യത്ത് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള മൊണോപ്പൊളി, പരമാവകാശം, പരമാധികാരം ആർക്കാണുള്ളത്? RBIക്കാണ്. വേറൊരു ഒരു 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 എൻറ്റിറ്റിക്കും നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. Now RBI is the sole authority for the issue of currency notes of all denomination except, ശ്രദ്ധിക്കുക, 1 rupee notes and coins in the country, which is done by Ministry of Finance and of Government of India. നമ്മളുടെ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന നോട്ടുകൾ, കോയിനുകൾ, ഇതിലൊക്കെ എല്ലാം ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? RBI ആണ്. അതിൻ്റെ സോൾ അതോറിറ്റി, മൊണോപ്പൊളി RBI ആണ്. പക്ഷേ 1 രൂപ കോയിനുകളും 1 രൂപയുടെ നോട്ടുകളും RBI അല്ല ഇഷ്യൂ ചെയ്യുന്നത്. അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ധനകാര്യ മന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നുമാണ് 1 റുപ്പി നോട്ടും 1 റുപ്പി കോയിനും ഒക്കെ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഈ 1 റുപ്പി നോട്ടും കോയിനും ഒഴികെ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് കോയിൻസ് ആൻഡ് നോട്ട്സ് ആർ ഇഷ്യൂഡ് ബൈ RBI. The RBI has a separate department for that. നമ്മൾ നേരത്തെ കണ്ടു, ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സ്. RBIയിലെ ഈ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് കൃത്യമായിട്ട് ഈ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സിൻസ് 1956 the system of note issue changed from proportional reserve system to minimum reserve system. അപ്പോൾ 1934 അല്ലെങ്കിൽ 1935 RBI വന്നപ്പോൾ തൊട്ട് ഈ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ RBIക്ക് തന്നെയാണ്. അപ്പോൾ അന്ന് മുതൽ 1956 വരെ ഒരു പർട്ടിക്കുലർ ഒരു സിസ്റ്റം ഫോളോ ചെയ്താണ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ഉണ്ട്, മിനിമം റിസർവ് സിസ്റ്റം ഉണ്ട്. എന്താണ് പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1956 വരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് നോട്ട് ഇഷ്യൂവിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റമാണ്. അതിനുശേഷം നമ്മൾ മിനിമം റിസർവ് സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് നോട്ട് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ RBI കുറച്ച് പൈസ കുറവുണ്ട്, എന്നാൽ കുറച്ച് നോട്ട് അങ്ങോട്ട് ഇഷ്യൂ ചെയ്യാം എന്ന് കരുതി അങ്ങ് ഇഷ്യൂ ചെയ്യുകയാണോ? അപ്പോൾ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് മണിയൊക്കെ വരുമ്പോൾ പ്രശ്നം വരുന്നത്. കമ്മട്ടം, അതുകൊണ്ടാണല്ലോ പണം അച്ചടിക്കുന്ന ഇതാണ് നമ്മൾ പറയുമല്ലോ. ഈ ബ്ലാക്ക് മണിയൊക്കെ എന്താണ്? RBIയുടെ അതോറിറ്റി ഇല്ലാതെ തന്നെ ആൾക്കാർ നോട്ടുകൾ ഉൽപ്പാദിപ്പിച്ച് അതൊന്നും കണ്ടുപിടിക്കാനും പറ്റില്ല. അത് നമ്മുടെ എക്കോണമിയിലേക്ക് വരുമ്പോഴാണ് എക്കണോമി ക്രാഷ് ആവുന്നത്. അപ്പോൾ ഒരു നോട്ട് 1 രൂപ പോലും നമ്മളുടെ എക്കോണമിയിലേക്ക് പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് വേണം വരാൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ഉണ്ട്, മിനിമം റിസർവ് സിസ്റ്റം ഉണ്ട്. നമുക്കതിലെ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. Under proportional reserve system of note issue, not less than 40% of the total volume of the note issued by RBI was to be covered by gold coins, bullion, foreign securities, etc. പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നോട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എന്താ പറയുക, നീക്കിയിരിപ്പ് ശേഖരം നമ്മുടെ കയ്യിൽ വേണം. അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം 1 കോടി രൂപയുടെ നോട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ആ 1 കോടി രൂപയുടെ അത്രയും തന്നെ മൂല്യമുള്ള ഗോൾഡോ സിൽവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നീക്കിയിരിപ്പ് നിക്ഷേപമായിട്ട് കരുതിയിട്ട് വേണം അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ രാജ്യത്തിൽ ഇപ്പോൾ ഒരു 100 കോടി രൂപ കടന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ആ 100 കോടി രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള കരുതൽ നീക്കിയിരിപ്പ് നമ്മളുടെ രാജ്യത്ത് ഉണ്ടാകണം. നമ്മളുടെ രാജ്യത്ത് ആ കരുതൽ നീക്കിയിരിപ്പിൽ കൂടുതൽ അതിനെ കവിഞ്ഞ് വീണ്ടും നോട്ടുകൾ ഇങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതി തകരാറിലാകും. അപ്പോൾ നമ്മളുടെ നീക്കിയിരിപ്പിനനുസരിച്ചുള്ള നോട്ട് ഇഷ്യൂ മാത്രമേ രാജ്യത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മളുടെ കരുതൽ നീക്കിയിരിപ്പ് അതിന് അനുസൃതമായിട്ടുള്ള നോട്ട് ഇഷ്യൂ മാത്രമേ രാജ്യത്തുണ്ടാവാൻ പാടുകയുള്ളൂ. നമ്മൾക്ക് വളരെ കുറവ് കരുതൽ നിക്ഷേപമാണ് രാജ്യത്തുള്ളതെങ്കിൽ കുറച്ച് അതിന് തത്തുല്യമായിട്ടുള്ള നോട്ടുകൾ മാത്രമേ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. അതല്ലാതെ ഒരാളിരുന്ന് ഇങ്ങനെ നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി തകരാറിലാവും. അപ്പോൾ അതാണ് ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാമെന്ന് പറയാൻ കാരണം. അപ്പോൾ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം എന്താ പറയുന്നത്?
നമ്മളുടെ രാജ്യത്ത് ഇഷ്യൂ ചെയ്യപ്പെടുന്ന നോട്ടുകളുടെ എണ്ണത്തിൽ 40% കുറയാതെ 40% കുറയാതെയെങ്കിലും നീക്കിയിരിപ്പ് നമ്മുടെ കയ്യിലുണ്ടാവണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ 100 രൂപയേ ഉള്ളൂ എന്ന് കരുതുക. ഓക്കെ, 100 രൂപയുടെ മൂല്യമുള്ള നോട്ടുകളാണ് നമ്മുടെ രാജ്യത്തുള്ളതെന്ന് കരുതുക. അപ്പോൾ 100 രൂപയുടെ മൂല്യമുള്ള നോട്ടുകളാണെങ്കിൽ മിനിമം 40% കുറയാതെയെങ്കിലും കരുതൽ നിക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ 100 രൂപയുടെ മൂല്യമുള്ള നോട്ടുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പാടുകയുള്ളൂ എന്നാണ് പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം പറയുന്നത്. എന്താ പറയുന്നത്? Not less than 40% of the total volume of note issued by RBI was to be covered by gold coins, bullion or foreign securities. അപ്പോൾ 40% കുറയാതെ നീക്കിയിരിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു 100 രൂപയുടെ മൂല്യമുള്ള നോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മിനിമം 40% കരുതൽ നിക്ഷേപം നമ്മുടെ കയ്യിൽ വേണം. 40, 50, 60, 70, 80 എത്ര ശതമാനം വരെ ആയിക്കൊള്ളട്ടെ, 30% കരുതൽ നീക്കിയിരിപ്പുകൾ നിക്ഷേപങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂവെങ്കിൽ നമ്മൾക്ക് നമുക്ക് ഒരു 100% ഒരു 100 രൂപ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. റൈറ്റ്? അപ്പോൾ 40% ഓഫ് ടോട്ടൽ വോളിയം, മൊത്തം നമ്മളൊരു 100 രൂപ ഇഷ്യൂ ചെയ്യണമെങ്കിൽ 40 രൂപയുടേതെങ്കിലും കരുതൽ നിക്ഷേപം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് 100 രൂപ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് 100 രൂപ ഇഷ്യൂ ചെയ്യണം, പക്ഷെ നമ്മുടെ കയ്യിലുള്ള കരുതൽ നിക്ഷേപം, രാജ്യത്തിൻ്റെ കയ്യിലുള്ള കരുതൽ നിക്ഷേപം 25 മാത്രമേ ഉള്ളൂവെങ്കിൽ, 25 രൂപയേ ഉള്ളെങ്കിൽ, 25 രൂപയ്ക്കുള്ള കരുതൽ നിക്ഷേപമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് 100 രൂപ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മിനിമം 40% വേണം. റൈറ്റ്? അതാണ് ഈ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം പറയുന്നത്. അപ്പോൾ 1956 വരെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് രാജ്യത്ത് നോട്ടുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇപ്പം നമുക്കൊരു 1000 രൂപയുടെ നോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ 1000 രൂപയുടെ നോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മിനിമം എത്രയാണ്? ഒരു 400 രൂപയുടേതെങ്കിലും കരുതൽ നിക്ഷേപം കയ്യിലുണ്ടാവണം. നമ്മൾക്കൊരു 10,000 രൂപയുടെ നോട്ടുകൾ രാജ്യത്ത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു 4000 രൂപയുടെ കരുതൽ നിക്ഷേപമെങ്കിലും കയ്യിലുണ്ടാകണം, രാജ്യത്തുണ്ടാവണം. എങ്കിൽ മാത്രമേ 10,000 രൂപ പുതിയ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു കണക്കാണ് പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ 1956 ശേഷം മിനിമം റിസർവ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ വന്നു. മിനിമം റിസർവ് സിസ്റ്റം പറയുന്നത് എന്താണ്? RBI is required to maintain a minimum reserve of gold or foreign securities or both against the note issued. No maximum limit is fixed on the volume of notes. RBI maintained gold and foreign exchange reserves of rupees 200 crore, of which 115 crores are in gold and balance in the foreign securities. അപ്പോൾ ഈ ഒരു മിനിമം ആദ്യത്തെ പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം മാറിയിട്ട് പിന്നെ എന്തിലേക്ക് വന്നു? RBI മിനിമം റിസർവ് സിസ്റ്റത്തിലേക്ക് വന്നു. നോട്ടുകൾ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ മിനിമം ഒരു ഇത്ര റിസർവ് എങ്കിലും നമ്മൾ ഗോൾഡിലും ഫോറിൻ സെക്യൂരിറ്റിയിലും സിൽവറിലും ഒക്കെ ആയിട്ട് നമ്മൾ കരുതൽ നിക്ഷേപം കരുതി വെച്ചിരിക്കണം, മിനിമം ഇത്രയെങ്കിലും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ടുകൾ വീണ്ടും ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് RBI മാറി. അതാണ് മിനിമം റിസർവ് സിസ്റ്റം. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBI മെയിൻറ്റെയിൻസ് ഗോൾഡ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് 200 crores. അപ്പോൾ 200 കോടി രൂപയുടെ എങ്കിലും ഒരു കരുതൽ നിക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ നമുക്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മാറി. അതാണ് മിനിമം റിസർവ് സിസ്റ്റം പറയുന്നത്. ആ 200 കോടി രൂപ കരുതൽ നിക്ഷേപത്തിൽ 115 crores ആർ ഇൻ ഗോൾഡ് ആൻഡ് ദ ബാലൻസ് ഇൻ ഫോറിൻ സെക്യൂരിറ്റീസ്. അപ്പോൾ ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിലെ കരുതൽ നിക്ഷേപത്തിൽ ഭൂരിഭാഗവും ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്? ഒരു 200 കോടി കരുതൽ നിക്ഷേപമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ടുകൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് മിനിമം റിസർവ് സിസ്റ്റത്തിലേക്ക് നമ്മളുടെ കാര്യങ്ങൾ മാറി. അപ്പോൾ ഇതാണ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സുമായി ബന്ധപ്പെട്ടത്. കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള സോൾ അതോറിറ്റി മോണോപ്പൊളി RBIക്കാണ്. 1 rupee coin and notes is issued by Finance Ministry and the issue department has the responsibility to issue notes in RBI. പിന്നെ RBIയിൽ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രപ്പോർഷണൽ സിസ്റ്റം റിസർവ് സിസ്റ്റം വഴിയായിട്ടായിരുന്നു 1956 വരെ. അതിനുശേഷം മിനിമം റിസർവ് സിസ്റ്റത്തിലേക്ക് മാറി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇഷ്യൂ ഓഫ് കറൻസി നോട്ട്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഗതികൾ. അടുത്ത ഒരു പ്രധാനപ്പെട്ട മോണിറ്ററി ഫങ്ഷൻസ് എന്താണ് RBIയുടെ? ഇറ്റ് ആക്ട് ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ്. റിസർവ് ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ
ടു ദ ഗവൺമെൻറ്റിനൊരു ബാങ്കായിട്ട് നിലകൊള്ളുന്നു. The Reserve Bank act as the bank to the central and state governments. As a banker, to the government, RBI acts 3 capacities. പ്രധാനമായിട്ടും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ബാങ്കർ എന്ന നിലയിൽ RBI പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആസ് എ ബാങ്കർ, ഇറ്റ് അക്സെപ്റ്റ്സ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. കളക്ട്സ് മണി ഓൺ ബിഹാഫ്സ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിൽ മറ്റുള്ള എൻ്റർപ്രൈസസിൽ നിന്നും മറ്റുള്ള വ്യക്തികളിൽ നിന്നുമൊക്കെ പണം ശേഖരിക്കാൻ ഒരു ഏജൻ്റായിട്ട് RBI നിൽക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ലോൺസ് ടു ദ ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് പണം നൽകുന്നു, ലോണായിട്ട് കൊടുക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ബിഹാഫ്സിൽ പൈസ കളക്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ആസ് എ ബാങ്കർ ഈ എന്താ പറയുക സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും RBI ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ ഏജൻറ്റ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, RBI സെൽസ് ട്രഷറി ബിൽസ് ഓഫ് 90 days മെച്യൂരിറ്റി അറ്റ് വീക്ക്ലി ഓപ്ഷൻസ് ആൻഡ് സെക്യൂർ ഷോർട്ട് ടേം ഫിനാൻസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഗവൺമെൻറ് ട്രഷറി ബിൽസ് ഒക്കെ നമുക്കറിയാം. ട്രഷറി ബിൽസൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻസാണ് ഗവൺമെൻറ് ട്രഷറി ബിൽസൊക്കെ. അപ്പോൾ അത് ഗവൺമെൻറ് നേരിട്ട് വിൽക്കേണ്ടതിന് പകരം സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? RBI ഓൺ ബിഹാഫ് ഓഫ് RBI on behalf of central government, RBI sells the treasury bills of government. ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബിൽസ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് RBI സെല്ല് ചെയ്യുന്നു. അത് ആൾക്കാർക്ക് വേണമെങ്കിൽ മേടിക്കാം. As an agent, RBI also represents Government of India in the international institutions like IMF, International Monetary Fund, IBRD. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ലോകത്തുള്ള പല പല പ്രമുഖ സംഘടനകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധീകരണം എന്നുള്ള രീതിയിൽ RBI ഒരു ഏജൻ്റായിട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും ഇപ്പോൾ ഗവൺമെൻറ്റിന് പോയിക്കോണമെന്നില്ല. അപ്പോൾ അതാണ് മറ്റൊരു ഹെൽപ്പ് RBI ഒരു ബാങ്കർ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. പിന്നെ ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന പല ഡിസിഷൻസും ഫിനാൻഷ്യൽ മിനിസ്റ്ററിന് എടുക്കണമെങ്കിൽ അതിനൊരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒരു എക്സ്പെർട്ടൈസ് വേണം. ആ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ആക്ച്വലി നമ്മുടെ രാജ്യത്തുള്ള RBI. നമ്മുടെ കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ഡിസിഷൻസ് എടുക്കണമെങ്കിലും നമ്മളുടെ RBI കൊടുക്കുന്ന സോളിഡ് ഇൻഫോർമേഷൻസിൻ്റെ ബേസിസിലാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസിഷൻസും ഫിനാൻസ് മിനിസ്ട്രി എടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്നത് ആരാണ്? RBI ആണ്. RBI ഗവർണറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അഡ്വൈസസൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും RBI കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് RBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് RBI ഒരു ബാങ്കറായിട്ട് നിൽക്കുന്നത് കൊണ്ടുള്ള മെച്ചം. അടുത്തത് ബാങ്കേഴ്സ് ബാങ്ക്, മൂന്നാമത്തെ മോണിറ്ററി ഫംഗ്ഷനാണ്. വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഒരു ബാങ്കായിട്ട് നിൽക്കുകയാണ് RBI ഇവിടെ ചെയ്യുന്നത്. ബാങ്കുകൾക്ക് ആവശ്യമുള്ളപ്പോൾ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ബാങ്കുകളെ സമീപിക്കുന്നു. ബാങ്കുകൾക്ക് പണത്തിന് ആവശ്യമുള്ളപ്പോൾ ബാങ്കുകൾ RBI സമീപിക്കുന്നു. എവരി സ്കെഡ്യൂൾഡ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സർട്ടൻ മിനിമം ക്യാഷ് റിസർവ് വിത്ത് RBI. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ ബാങ്കിന് നമ്മുടെ രാജ്യത്ത് ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഒരു SBI ആയിക്കൊള്ളട്ടെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കൊള്ളട്ടെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിക്കൊള്ളട്ടെ, ഏത് ബാങ്കും ആയിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പുൽപ്പള്ളിയിൽ പുതിയൊരു ബാങ്ക് തുടങ്ങുകയാണെന്ന് കരുതിക്കോ, കാനറ ബാങ്കിൻ്റെയോ സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ, അങ്ങനെ ഒരു ബാങ്ക് അവിടെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര രൂപയുടെ ഒരു കരുതൽ ക്യാഷ് നിക്ഷേപം ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് RBIയിൽ നിക്ഷേപിച്ചിരിക്കണം. സോ എവരി സ്കെഡ്യൂൾഡ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സർട്ടൻ മിനിമം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ മിനിമം ക്യാഷ് റിസർവ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 4% ആയിരിക്കും. അപ്പോൾ നമ്മളുടെ 4% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുൽപ്പള്ളിയിലൊരു ബാങ്ക് കച്ചവടം നടത്തുന്നുണ്ട്. ആ ബാങ്കിൽ ആകെപ്പാടെ 100 രൂപയുടെ പരിപാടിയാണ് ആ ബാങ്കിൽ നടക്കുന്നതെന്ന് കരുതുക, 100 രൂപയുടെ. അപ്പോൾ അതിൻ്റെ 4% എന്ന് പറഞ്ഞാൽ 4 രൂപയാണ്. മിനിമം 4 രൂപയെങ്കിലും RBIയിൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് നിക്ഷേപിച്ചിട്ടുണ്ടാകണം. അതാണ് മിനിമം ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാങ്ക് മൊത്തത്തിൽ ഒരു 1000 രൂപയുടെ പരിപാടിയാണ് നടത്തുന്നതെങ്കിൽ 40 രൂപയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടാവണം. 10,000 രൂപയാണെങ്കിൽ 400 രൂപയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടാവണം. ഈ ഒരു രീതി 4%. അതാണ് ഏകദേശം മിനിമം ക്യാഷ് റിസർവ് 4% ആണെന്ന് തോന്നുന്നു. സോ എവരി ഷെഡ്യൂൾഡ് ബാങ്ക് ഷുഡ് മെയിൻറ്റെയിൻ എ മിനിമം ക്യാഷ് റിസർവ്.
പിന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ ക്ലിയറിംഗ് ഹൗസ്. ബാങ്കുകൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ലയബിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് RBI. ഇറ്റ് ആക്ട്സ് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ആരും സഹായിക്കാനില്ലാത്തപ്പോൾ നമുക്ക് അവസാന വഴി എന്നുള്ള രീതിയിൽ സമീപിക്കാൻ പറ്റുന്ന ആളാണ് RBI. സോ ഇഫ് ബാങ്ക് ഹാസ് എനി ലയബിലിറ്റീസ്, എനി ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, നമുക്ക് ഏറ്റവും അവസാനത്തെ അവസരത്തിൽ നമുക്ക് പണം കടം തരുന്ന ആളാണ് RBI. ദ സ്കെഡ്യൂൾ ബാങ്ക് സബ്മിറ്റ്സ് നമ്പർ ഓഫ് റിട്ടേൺസ് ടു RBI. ഈ RBIയുമായി ഷെഡ്യൂൾ ബാങ്ക്സ് പല തരത്തിലുള്ള റിട്ടേണുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്യാഷ് റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യ സമയത്ത് ചെല്ലുമ്പോൾ RBI വിൽ ഗ്രാൻഡ് ലോൺസ് ടു ദീസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ബാങ്കുകൾക്ക് പൈസയുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ RBI സമീപിക്കുമ്പോൾ RBI വിൽ ഹെൽപ്പ്. സോ ഇൻ ദാറ്റ് വേ ദി RBI ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്. ഇപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഈ ഫങ്ഷൻസ് ഓഫ് RBIയിൽ 3 ഉണ്ടെന്ന് പറഞ്ഞു. മോണിറ്ററി ഫങ്ഷൻ, സൂപ്പർവൈസറി ഫങ്ഷൻ, പ്രൊമോഷണൽ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. അതിലെ മോണിറ്ററി ഫങ്ഷൻസ് 5 ഉണ്ടെന്ന് പറഞ്ഞു. 5 ആദ്യത്തെ 3 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഷ്യൂ കറൻസി നോട്ട്, ആക്ടിങ് ആസ് ബാങ്കർ ടു ദി ഗവൺമെൻറ്, സെർവിങ് ആസ് ബാങ്കർ ഓഫ് അതർ ബാങ്ക്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ബാക്കി 2 നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.